എല്ലാവർക്കും പുതിയൊരു വീഡിയോ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് എന്ന ഫീച്ചർ എന്താണെന്നാണ്. ഗൂഗിൾ ഈ അടുത്തിടെ ഇറക്കിയ പുതിയൊരു ഫീച്ചറാണ് ഗൂഗിൾ ലെൻസ്. ഇത് ഇപ്പോൾ എല്ലാ മൊബൈലുകളിലും, അതായത് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ലഭ്യമാണ്. എന്നാൽ ഇതിനു മുമ്പ് വരെ നമുക്ക് ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ മാത്രമാണ് ഈ ഫീച്ചർ ലഭ്യമായിരുന്നത്. ഇപ്പോൾ നമുക്കത് ആൻഡ്രോയിഡ് ഫോണിലും ലഭ്യമാണ്. ഇത് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് കാഴ്ചക്കുറവുള്ളവർക്ക് ഞാൻ നോക്കിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണ്. കാരണം വാട്സപ്പിലൊക്കെ വരുന്ന ഇമേജിൽ അടങ്ങിയിരിക്കുന്ന ടെക്സ്റ്റ് വരെ മലയാളം, ഇംഗ്ലീഷ് എല്ലാം വായിച്ചു തരുന്നതാണ്. നല്ല ക്ലിയർ ആയിട്ട് വായിച്ചു തരുന്നുണ്ട്. ഞാൻ കുറേ ടെക്സ്റ്റ് അങ്ങനെ പരീക്ഷിച്ച് നോക്കി. ഇമേജ് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു തന്നില്ലെങ്കിലും ആ ഇമേജിലുള്ള ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചു തരുന്നുണ്ട്. മലയാളമൊക്കെ നേരത്തെയൊക്കെ ഇറങ്ങിയ പല ആപ്ലിക്കേഷനുകളും മലയാളമൊന്നും കറക്റ്റ് വായിച്ചു തരത്തില്ലായിരുന്നു. ഇത് പക്ഷേ മലയാളം നമ്മൾ എഴുതുന്ന പോലെ തന്നെ വായിച്ചു തരുന്നുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും ഫോണിലുള്ള ഗൂഗിൾ ഫോട്ടോസ് മതിയാകും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് മതി ഈ ഫീച്ചർ ഉപയോഗിക്കാനായിട്ട്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസ് എല്ലാവരുടെയും ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതാദ്യം അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്കപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ അപ്ഡേറ്റും ചെയ്ത് ഡാറ്റയും ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫോട്ടോസ് എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഫോണിൽ കാണും ഇങ്ങനൊരു ആപ്ലിക്കേഷൻ, ഫോട്ടോസ്. Photos. Backup sync. Allow photos to access photos, media and files on your device. ഇവിടെ ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം അലോ കൊടുക്കുക, ഒന്നും പേടിക്കാനില്ല. Allow deny button. Allow button. Backup sync. ഇവിടെ on backup upload size on backup sync manavishnu. ഇത് വേണമെങ്കിൽ ഓൺ ചെയ്താൽ മതി. ഞാനിപ്പോൾ off. ഒന്നും ചെയ്യുന്നില്ല, ഓൺ ആയി കിടന്നോട്ടെ. Upload size. Upload over Wi-Fi only. Change settings button. Vishnu Manav. Done button. ഇവിടെ താഴെ ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. Photos. ഇത്രേ ഉള്ളൂ. ഇതാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഇൻ്റർഫേസ്. ഇപ്പം ഞാനൊരു ഫോട്ടോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടിരുന്നു. നമുക്കപ്പം ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. Photo taken on അവിടെ ക്ലിക്ക് ചെയ്യുക. Photo taken on ഇപ്പം ഞാൻ ഇതിനകത്തോട് അപ്ലോഡ് ചെയ്ത ഡേറ്റ് ആണ്, അല്ല, എനിക്ക് വാട്സപ്പ് വഴി കിട്ടിയൊരിതാണ്. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് ഒരു ടെക്സ്റ്റാണ്, ഫോട്ടോയിൽ എഴുതിയേക്കുന്ന ടെക്സ്റ്റാണ്. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ടെക്സ്റ്റ് മെസ്സേജ് അല്ല, ഇതൊരു ഫോട്ടോ ആണ്. അതിന് ഉള്ളിലാണ് ടെക്സ്റ്റ് അടങ്ങിയിരിക്കുന്നത്. അതെന്താണെന്ന് കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ല. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് 2 ഫിംഗർ വെച്ച് നമ്മുടെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക. സ്ക്രീനിൻ്റെ സെൻട്രൽ ലെവലൊന്ന് 2 ഫിംഗർ വെച്ച് ജസ്റ്റ് ടച്ച് ചെയ്യുക. കൺട്രോൾ ഷോൺ എന്ന് കാണിച്ചു. അതിന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. മോർ ഓപ്ഷൻസ്, ഷെയർ, എഡിറ്റ്, ലെൻസ്. ഇതാണ് നമ്മുടെ ഫീച്ചർ, ലെൻസ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ലെൻസ്. ഇവിടെ വീണ്ടും സ്വൈപ്പ് ചെയ്യുക. ഇവിടെ ഗൂഗിൾ ലെൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു പ്രിവ്യൂ പോലെ. Copy text like phone numbers, dates, and addresses. Learn more about landmarks. Look up books, music albums, movies, and artwork. Your Google Lens activity, including the image, is
Saved to your Google account. If web search to your map activity is turned on, you can see your activity and modify your settings at my account google.com. Learn more link. Cancel button. Get started button. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. Photos. ഇപ്പോൾ ഇവിടെ Photo ഓട്ടോമാറ്റിക് taken on Google. Text selection in list. ഇത് റെക്കഗ്നൈസ് ചെയ്ത് ഇവിടെ നമുക്ക് വന്നിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. Share chat. Share chat. Entire. Echo. Atavni Google. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. Atavni Google mit bemunde at karte chatten. Share chat. Ori belian munde kuren marikam blonde in dotin nunu. Atama emara ilchavikali nunu. Munama ekwai nunu. Hashtag tum chat chalunno bangalitanna. Hashtag ഇതിപ്പോൾ ആ പിക്ചറിനകത്തുള്ള ടെക്സ്റ്റാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചത്. ആരോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഷെയർ ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും. അതാണ് അങ്ങനെ ഷെയർ ചാറ്റ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ബാക്കി വായിച്ചതെല്ലാം ആ അതെല്ലാം ഇപ്പോൾ ഇതിനകത്ത് വായിച്ചത് മൊത്തം ആ ഫോട്ടോയ്ക്കകത്തുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ആ ഫോട്ടോയ്ക്കകത്തുള്ള എല്ലാം വായിച്ചു തരും. ഞാൻ വേറെ ഒരെണ്ണം നോക്കട്ടെ. ഇപ്പം അല്ല വേണ്ട, വേറെ കാണിച്ചു. ഇപ്പൊ ഒരു ടെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Navigator. More options. Share button. Edit button. Lens button. Trash button. Lens button. ഇപ്പൊ ഞാൻ മലയാളം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ കാരണം ഇപ്പൊ ചില മിക്ക ആപ്ലിക്കേഷനുകളും മലയാളം കറക്റ്റ് റീഡ് ചെയ്യും, പക്ഷെ കറക്റ്റായിട്ട് റീഡ് ചെയ്ത് തരത്തില്ല. നമുക്ക് ഈ സ്പീക്കൊന്നും വെച്ചാൽ കറക്റ്റായിട്ട് വായിച്ച് കിട്ടത്തില്ലായിരുന്നു. അതുപോലെ തന്നെ അതിൽ വരുന്നതും കറക്റ്റായിട്ടായിരിക്കത്തില്ല. പക്ഷെ ഇതിനകത്ത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം. അവിടുത്തെ നമ്പറാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ താഴോട്ട് കുറെ ഓപ്ഷനുകൾ വരും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ കുറെ ഓപ്ഷനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ താഴോട്ടൊക്കെ വേറെ കുറെ ഓപ്ഷനുകൾ ടെക്സ്റ്റ് അല്ലാതെ വരികയാണെങ്കിൽ നമുക്കിവിടെ മേളിൽ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. Blood. Photo take blood. In list. In list. Phone. Phone. Search image on Google. Sorry. Kerala in list. Phone. In list. In list. Kerala in list. Blood. In list. Photo taken on Kerala phone. Photo taken on Google. Search in Ernakulam. In list. Call button. Add contact button. Photo taken on Google. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ്, അതായത് സ്ക്രീനിൻ്റെ സെൻട്രിന് താഴോട്ട് കുറേ ഓപ്ഷനുകൾ വരും. അവിടെ ആദ്യം ഫോൺ നമ്പർ വരും. ഇപ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് ഫോൺ നമ്പർ ഉള്ളതുകൊണ്ടാണ് അത് ആദ്യം ഫോൺ നമ്പർ. പിന്നെ ടെക്സ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. നമുക്കപ്പോൾ ഇങ്ങനെ വായിച്ചു തരും ഈ ഇതിനകത്തുള്ള ടെക്സ്റ്റുകളെല്ലാം. ഇനി നമുക്ക് വേറൊരു, ഞങ്ങളുടെ വീട്ടിലുള്ള കാറിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അത് നമുക്കത് എന്താണെന്ന് പറഞ്ഞു തരുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫോട്ടോ. നമുക്ക് ഇത് ലെൻസിനകത്തിട്ട് നോക്കാം. ലെൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഈ കാറ് ഏതാണെന്ന് പോലും അറിയത്തില്ല എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ലെൻസിനകത്തിട്ടു. ലെൻസ് എന്നുള്ളത് ഡബിൾ ടാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നേക്ക് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം.
City. Search results. In list. ഹോണ്ട സിറ്റി ശരിയാണ്, വണ്ടി ഹോണ്ട സിറ്റിയാണ്. Searching it on Google. ആ കാറിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് അങ്ങനെ കറക്റ്റ് കാറ് മാത്രം കാണിച്ച് ചുറ്റുമുള്ളതൊന്നും അത് വായിക്കുന്നില്ല, അല്ല എന്താണെന്ന് പറയുന്നില്ല. Photo taken on. Close. Honda City. Search results. In list. ഇത് നമുക്ക് ഹോണ്ട സിറ്റിയെ പറ്റി ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. Chrome. Web view. Progress bar. 100%. Honda City. Google search. Web view. 100%. Enjoy class-defined features and benefits up to RS Moon asterisk. Request for more info. Electric. Get Honda City now. Yang to the Samsung RKM/L Samuchaya Moon the Samsung Angel ID Tech Engine Honda Carinthia Commodore Honda Carinthia. ഇപ്പോൾ ഇവിടെ ഗൂഗിളിനകത്ത് വണ്ടിയെ പറ്റിയുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഫോട്ടോസ്. എല്ലാവർക്കും ഗൂഗിൾ ഫോട്ടോസ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൂഗിൾ ഫോട്ടോസ് അല്ല, ക്ഷമിക്കണം, ഗൂഗിൾ ലെൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുണ്ട്. കാരണം ഇത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്, ഇത് ടെക്സ്റ്റ് നന്നായിട്ട് ഇമേജിനകത്തുള്ള ടെക്സ്റ്റുകൾ വായിച്ചു തരുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.